ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ALP എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം രണ്ടാമത്തെ ദിവസത്തെ മൂന്നാമത്തെ ഷിഫ്റ്റിൽ ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഇതുവരേക്കും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇനി നമുക്ക് 3 ദിവസത്തെ 3 ഷിഫ്റ്റ് കൂടെ നോക്കാനുണ്ട്. അപ്പം ഞാൻ മാക്സിമം സ്പീഡിൽ ആ ക്വസ്റ്റ്യൻസും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നിപ്പം നമ്മൾ നോക്കുന്നത് ഡേ 2 ഷിഫ്റ്റ് 3 മാത്സ് ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് RRB SSC എക്സാംസ് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സും ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ ഗിവൺ ഡാറ്റ. തന്നിരിക്കുന്ന ഡാറ്റയുടെ മീഡിയൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം ഇങ്ങനെ ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയൻ കാണാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിനെ അസെൻഡിങ് ഓർഡറിലാക്കണം അല്ലേ? അപ്പൊ നമുക്കറിയാം മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൺ നമ്പർ ആണെങ്കിൽ, തന്നിരിക്കുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈവൺ ആണെങ്കിൽ സെന്ററിലുള്ള രണ്ട് നമ്പേഴ്സ് x+y ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. അത് ഓഡ് ആണെങ്കിൽ സെന്ററിലുള്ള നമ്പർ ആണ് മീഡിയൻ എന്ന് നമുക്ക് അറിയാം അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇത് നമ്മുടെ 10th എക്സാമിന് ഇങ്ങനെയൊന്നുമല്ല എഴുതണ്ടേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതണം. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 10 ഉള്ളത്. ഈവൺ നമ്പർ ആണ്. അപ്പൊ സെന്ററിലുള്ള അഞ്ചാമത്തെയും ആറാമത്തെയും ടേംസ് ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം അല്ലേ? അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, 11 ആദ്യം വരും, 12 13 14 15 ഉണ്ട്, 16 ഉണ്ട്, 17 ഉണ്ട്, 18 ഇല്ല, 19 ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്തായി? 1 2 3 4 5. ഇതാണ് ഫിഫ്ത്ത് ടേം അല്ലെ? 19 ഫിഫ്ത്ത് ടേം ആണ്. പ്ലസ് 20 ഉണ്ടോ എന്ന് നോക്കുക, ഇല്ല, 21 ആണ് സിക്സ്ത് ടേം. അപ്പൊ 19 + 21 by 2 ചെയ്താൽ മതി. 19 + 21 എന്ന് പറഞ്ഞാൽ 19 + 1 20, 20 + 20 എന്താണ്? 40 by 2 എന്ന് പറയുമ്പോൾ 20 ആണ് നമ്മുടെ മീഡിയൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ 20 ഇല്ലേന്ന് നോക്കുക, അത് മാർക്ക് ചെയ്യുക. 20 ആണ് മീഡിയൻ വരുന്നത്. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയില്ലേ? ചെയ്യാൻ മനസ്സിലായില്ലേ? നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മള് find the value of sin A plus cos A by tan 90 minus A. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ tan 90 minus A യുടെ വാല്യൂ എന്താന്ന് നോക്കുക. tan 90 minus A എന്ന് പറഞ്ഞാൽ cot A ആണ്. ഓക്കെ, ഇനി cot A എന്ന് പറഞ്ഞാൽ എന്താണ്? cos A by sin A ആണ് അല്ലെ? അപ്പൊ ഇവിടെ എങ്ങനെയാ വരിക? sin A plus cos A ഡിവൈഡഡ് ബൈ cos A by sin A ആണ്. അപ്പൊ നമുക്ക് റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? sin A by cos A എന്ന് വരും. cos A ക്യാൻസൽ ആവും. sin A plus sin A 2 sin A. ഓപ്ഷനിൽ 2 sin A ഉണ്ട് നോക്ക്, ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, two numbers are in the ratio of 3:2. LCM and HCF are 24 and 4. അല്ലേ? Find the larger of the two numbers. രണ്ട് നമ്പേഴ്സിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ? രണ്ട് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 3x into 2x എന്ന് പറഞ്ഞാൽ 24 into 4 നമുക്ക് എന്ത് വരും? 96 എന്ന് വരും. 2x into 3x എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 6x square is equal to 96. അപ്പം x square എന്ന് പറഞ്ഞാൽ എന്താണ്? 96 divided by 6 എന്ന് പറയുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും അല്ലെ? 36 എന്ന് കിട്ടും. അപ്പൊ x എന്തായിട്ട് കിട്ടും? x നമുക്ക് 16 എന്ന് കിട്ടും അല്ലെ? 36 അല്ല, 16 ആണ്. 16 എന്ന് കിട്ടും. x നമുക്ക് 4 എന്നാണ് കിട്ടുന്നത് അല്ലെ? അപ്പൊ ഇതിനകത്ത് ലാർജർ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്, 3x ആണ്.
12 ആണ് ലാർജർ നമ്പർ കിട്ടുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്? ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എന്നാണെങ്കിൽ ഒന്ന് നമുക്ക് കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ആരോ എന്നോട് ഒരു ക്വസ്റ്റ്യൻ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് ഓർമ്മയുണ്ട്. ഞാൻ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അത് ചെയ്തു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ആരാ പറഞ്ഞെന്ന് ഓർമ്മയില്ല. എന്തായാലും നമ്മുടെ റെഗുലർ വ്യൂവർ ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയും കാണുന്നുണ്ടാവും. ആ ആളെ പേര് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പേര് മെൻഷൻ ചെയ്യാത്തത്. ഐ തിങ്ക് ഒരു 18th ക്വസ്റ്റ്യൻ പോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമോ എന്നാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കമന്റ് കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാനത് മെൻഷൻ ചെയ്തിട്ട് എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തത്, a textbook has a total of 662 pages. It is divided into two parts. The second part of the book has 52 pages less than the first part. Okay. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എത്ര പേജ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ട് എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്തായിരിക്കും? സെക്കൻഡ് പാർട്ട് എത്രയായിരിക്കും? 52 പേജ് കുറവാണ് അല്ലെ? എക്സ് മൈനസ് 52 ആയിരിക്കും സെക്കൻഡ് പാർട്ടിലെ പേജ് നമ്പർ. ഈ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സൈൻ ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. 662 എന്നാണ് കിട്ടുക. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 2x is equal to 662 plus 52 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 714 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 714 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് 357 എന്ന് കിട്ടും. 357 ഉണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് പാർട്ടിലെ നമ്പർ ഓഫ് പേജസ് എത്രയാണ്? 357 പേജ് ആണ് ആദ്യത്തെ പാർട്ടിൽ ഉണ്ടാവുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യം ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എന്തെങ്കിലും ചേഞ്ച്, വേ ഓഫ് ടീച്ചിങ്ങിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ചേഞ്ച് വരുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിംപ്ലിഫൈ ചെയ്യാനാണ് അല്ലെ? അപ്പം സിംപ്ലിഫൈ ചെയ്യാൻ ഈസി ആണ്. എങ്ങനെയാ നമ്മൾ ചെയ്യുക? ഇവിടെ നോക്ക്, ഇത് ആഡ് ചെയ്യുമ്പോൾ എന്തായാലും ഇതിന്റെ ഇവിടുത്തെ പോയിന്റ് എന്താ വരിക? 952 എന്ന് തന്നെയാണ് വരിക അല്ലെ? അതിൽ നിന്ന് എന്താണ് മൈനസ് ചെയ്യേണ്ടത്? 0.95 മൈനസ് ചെയ്യണം അല്ലെ? 0.95 മൈനസ് ചെയ്യുമ്പോൾ 2 എന്ന് മൈനസ് ചെയ്യുമ്പോൾ 200 വരുന്നത് ഏതാന്ന് നോക്കുക, അത് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ സിംപ്ലിഫിക്കേഷനിലൊക്കെ എപ്പോഴും യൂണിറ്റ് ഡിജിറ്റ് നോക്കിയിട്ട് ചെയ്യണതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഇപ്പം ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് എല്ലാം സിംഗിൾ ആയതുകൊണ്ട്, സെയിം നമ്പർ ആയതുകൊണ്ട് നമ്മൾ തൊട്ട് മുന്നത്തെ നമ്പർ കൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് വേണം ആൻസർ മാർക്ക് ചെയ്യാൻ. അല്ലാണ്ട് കൺവെൻഷണൽ മെത്തേഡിൽ ആദ്യം മുതൽ ഇരുന്ന് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോകും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലോസ്ഡ് സിലിണ്ടറിന്റെ ബേസ് റേഡിയസും ഹൈറ്റും നമുക്ക് തന്നിട്ടുണ്ട്. 1:3 റേഷ്യോയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? സർഫസ് ഏരിയ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 924 സ്ക്വയർ മീറ്റർ ആണ് സർഫസ് ഏരിയ തന്നിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ കേർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം അല്ലെ? അപ്പോ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πr(h) ആണ് കേർവ്ഡ് സർഫസ് ഏരിയ. എത്ര തന്നിട്ടുണ്ട്? 924 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? അപ്പം ഇനി ഇതിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 2πr(h) പ്ലസ് r ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? 2πr(h) പ്ലസ് r സ്ക്വയർ എന്നല്ലേ വരിക? ഈ r-നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമ്മൾ കൂടുതൽ ഡെക്കറേഷൻസിലേക്ക് ഒന്നും പോകണ്ട, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? r-ഉം h-ഉം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമുക്ക് എന്ത് കിട്ടും? 2 × 22/7 എന്ന് പറഞ്ഞാൽ r എത്രയായിട്ട് എടുക്കാം? നമുക്ക് റേഡിയസ് x ആയിട്ട് എടുക്കാം, ഹൈറ്റ് 3x ആയിട്ട് എടുക്കാം അല്ലെ? റേഷ്യോ യൂസ് ചെയ്തിട്ട്. ഇവിടെ 924 എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നിന്ന് നമുക്ക് x സ്ക്വയർ, x × x സ്ക്വയർ വരും. അതിനിപ്പുറത്തേക്ക് ഇടുമ്പോൾ 924 × 7 ഡിവൈഡഡ് ബൈ 2 × 22 × 3 എന്ന് വരും. ഓക്കെ, അപ്പൊ 22 924 എത്ര ടൈംസ് ആണ് പോവുക? 924 42 ടൈംസ് ആണ് പോവുക. ഓക്കെ, അപ്പൊ 2 വെച്ച് 42നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 21 എന്ന് കിട്ടും. 321 7 ടൈംസ്. എക്സ് സ്ക്വയർ 49 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ്
7 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? റേഡിയസ് 7 എന്നും കിട്ടി. ഹൈറ്റ് എത്ര കിട്ടും? 7 into 3 21 ഹൈറ്റും കിട്ടി. ഇനി ഇത് നമുക്ക് ഇവിടേക്ക് ഇട്ട് കൊടുത്താൽ പോരെ? എങ്ങനെ കിട്ടും? 2 into 22/7 into റേഡിയസ് 7 ആണ്. 7 plus 21 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 28 എന്ന് കിട്ടും. 7 ക്യാൻസൽ ചെയ്യാം. 2 into 22 എത്രയാണ്? 44 ആണ്. 44 into 28 44. 4 into 8 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 4 8s are 32 ആണ്. നമുക്കിവിടെ രണ്ടെണ്ണം 32ന്റെ വരുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1232 സ്ക്വയർ മീറ്റർ എന്നാണ്. ഈ മൂന്നെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? അപ്പം ഇത് ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ 2πRh plus 2πr² അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ 2πr², ആറിന്റെ വാല്യൂ 2πRh 924 എന്ന് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പുറത്തുള്ളത് മാത്രം യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. മാക്സിമം എന്ത് ചെയ്യാം? നമ്മൾ 1 or 2 സ്റ്റെപ്പുകളിൽ നിന്ന് തന്നെ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്താൻ ട്രൈ ചെയ്യാം. അടുത്തത് ഓക്കെ, ഇന്റർചേഞ്ചിങ് ആണ് അല്ലെ? അപ്പം ഇവിടെ എന്താണ്? ഡിവിഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യണം. പ്ലസ് മൈനസ് ആയിട്ട് ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയിട്ട് ചെയ്യണം. മൈനസ് പ്ലസ് ആയിട്ട് ചെയ്യണം. ഓക്കെ, 76 into 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 6 4s are 24, ബാലൻസ് 2 4 എന്ന് വരും അല്ലെ? ശരി, നമുക്ക് ചെയ്ത് നോക്കാം. 7 4s are 28 29 30 എന്ന് വരില്ലേ? 30 അല്ലേ വരും അവിടെ? 304 മൈനസ് ഇവിടെ എന്ത് വരും? 3 6 എന്ന് വരും അല്ലേ? 36 പ്ലസ് 5. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കാം അല്ലെ? 4 14 മൈനസ് ഇവിടെ നമുക്ക് ആദ്യം ഇത് രണ്ടെണ്ണം ചെയ്യാം അല്ലെ? 6 minus 5 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ -1 എന്നാ വരിക. 4 minus 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന നമ്പർ ഏതാന്ന് നോക്കുക. 273 ആണ്. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ കുറച്ചുകൂടെ നന്നായി അറിയുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് മാത്രം ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാക്കിയുള്ള യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡിവിഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അടുത്തത് what is the value of the raised to 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബ് റൂട്ട് ആണ് അല്ലെ? അപ്പം ഈ ഒരു നമ്പറിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാല് ഇവിടെ നോക്ക് 1 ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്തായാലും 1 ഉണ്ട്. 1 3 വരണം. ഇനി എന്ത് വേണം? എത്ര പ്ലേസ് ആണ് ഇവിടെ വരേണ്ടത്? 1 2 3 4 5 6 6 പ്ലേസ് വരണം അല്ലെ? 3 6 പ്ലേസ് വരണമെങ്കിൽ 2 വെച്ചിട്ട് വേണ്ടേ വരാൻ? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് വരിക. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? 0.01 ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. For a data, if the mean is 28.5 and the median is 32, എംപിരിക്കൽ ഫോർമുല, നമ്മുടെ എംപിരിക്കൽ ഫോർമുല വെച്ചിട്ട് എന്താ പറയാ? മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് is equal to 3 median minus 2 mean ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മീഡിയൻ എന്താണ് ഇവിടെ? 3 into 32 minus 2 into 28.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ 3 into 32 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 96 എന്ന് കിട്ടും. 28.5 into 2 എന്ന് പറഞ്ഞാൽ 57 ആണ് കിട്ടുക. 96 minus 6 16 minus 7 എന്ന് പറയുമ്പോൾ നമുക്ക് 6 പോവും, 1 പോയി കഴിഞ്ഞാൽ 9 39 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? 39 ആണ് ആൻസർ വരിക. ക്ലിയർ ആയില്ലേ? അപ്പൊ മാക്സിമം യൂണിറ്റ് ഡിജിറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? XYZ 3 പേരുടെ ഇൻകം പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ സെഡിന്റെ ഇൻകം നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? X ആയിട്ട് എടുക്കുകയാണ്. വൈയുടെ ഇൻകം എന്താണ്? സെഡിനേക്കാൾ 40% കൂടുതലാണ്. അപ്പൊ വൈയുടെ ഇൻകം എന്താണ്? 140 x/100 ആണ് വൈയുടെ ഇൻകം എന്ന് പറയുന്നത്. ഇനി എക്സിന്റെ ഇൻകം വൈയുടെ ഇൻകമിനേക്കാൾ 60% കൂടുതലാണ്. അപ്പൊ എത്രയാ വരിക? 160 into 140 x/100 എന്ന് വരും അല്ലെ?
അപ്പൊ ഇതാണ് നമ്മളോട് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 0 0 0 0 നോക്കി കഴിഞ്ഞാൽ 16 into 14 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 16 into 14 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 224 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പൊ 224x ആണ് കിട്ടുക. 224x എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിനേക്കാൾ 224% കൂടുതലാണ് എന്നുള്ളതാണ് കിട്ടുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? അപ്പൊ ഒരൊറ്റ സ്റ്റെപ്പ് കാര്യം തീർക്കേണ്ട കാര്യമേ ഇവിടെയുള്ളൂ. അടുത്തത്, if a regular polygon has 35 diagonals, then what is the sum of its interior angles? Diagonals 35 ആണെങ്കിൽ നമുക്ക് number of sides കാണാൻ അറിയാം അല്ലെ? എന്താണ് ഫോർമുല എന്ന് പറയുന്നത്? n into n minus 3 is equal to 35 into 2 എന്ന് ചെയ്യും അല്ലെ? 35 into 2 എന്ന് പറഞ്ഞാൽ 70 ആണ് അല്ലെ? 70 കിട്ടുന്നത് 10 into 7 ചെയ്താൽ നമുക്ക് 35 into 2 ചെയ്താൽ കിട്ടും. അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. 10 into 70 ഒന്ന് നോക്കിയേ. 10 into 10 minus 3 7 ആണ് അല്ലെ? അപ്പൊ n എന്താണെന്ന് കിട്ടി? 10 ആണെന്ന് കിട്ടി. ഓക്കെ, n 10 ആണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് 10 ആണെങ്കിൽ ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? n minus 2 into 180 degree. That means 8 into 180 degree. 8 into 18 എന്താണ് വരിക? 144 ആണ് വരിക. 1440 ആണ് ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ വിത്ത് 10 sides. 10 സൈഡ് ഉള്ള 35 ഡയഗണൽ ഉള്ള ഒരു റെഗുലർ പോളിഗണിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് 1440 ഡിഗ്രി ആണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അല്ലെ? എന്ത് ചെയ്യാണ്? സെയിം ആയതുകൊണ്ട് a:b:c എന്ന് എഴുതി. a:b എന്താണ്? 3:4 ആണ്. b:c 4:1 ആണ്. ആ രണ്ടെണ്ണത്തിനെയും കൂടെ കോമൺ ആയിട്ട് 4 ഇവിടെ എഴുതി. 1 3 3:4:1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? നമ്മൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും ഒരുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വരിക. അടുത്തത്, an article is sold for rupees X after giving two successive discounts of 20% and 50% on its market price of rupees 500. Find the value of X. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ വേറെ ഏതോ ഒരു ഷിഫ്റ്റിൽ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഏത് ഷിഫ്റ്റ് ആണെന്ന് ഓർമ്മയില്ല. ഓക്കെ, അപ്പൊ MRPയുടെ ആദ്യം എത്രയാണ് കൊടുക്കുന്നത്? 20% കൊടുത്തപ്പോൾ 80% ആണ് വരുന്നത്. അതിൽ നിന്നും പിന്നെ എത്രയാണ് കൊടുക്കുന്നത്? 15%. അപ്പം 85% ആണ് പിന്നെ വരുന്നത്. അപ്പം നമ്മൾ 100 100 മാർക്ക് ചെയ്തു. ഇവിടെ 5 100ൽ എത്ര ടൈംസ് പോകും? 20 ടൈംസ് പോകും. 20 80ൽ എത്ര ടൈംസ് ആ പോവുക? 4 ടൈംസ് ആണ് പോവുക. ഇനി 85 into 4 ചെയ്താൽ മതി അല്ലേ? 4 into 5 എന്താണ്? 20 ആണ്. ബാലൻസ് 2 32 plus 2 34. 340 ആണ് എന്ത് വരുന്നത്? എക്സിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് വരുന്നത് എന്താണ്? 340 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത് സിംപ്ലിഫൈ ചെയ്യാനാണ്. ഇത് യൂണിറ്റ് ഡിജിറ്റ് മാത്രം യൂസ് ചെയ്ത് ചെയ്താൽ മതി. 3 into 3 എത്രയാണ്? 9 ആണ് വരിക. 5 into 5 25 ആണ്. അപ്പൊ 9 minus 5 ആണ് വരിക. 9 minus 5 എന്താണ്? 4 ആണ്. ഇവിടെ 4 യൂണിറ്റ് ഡിജിറ്റ് ഉള്ള ഒരൊറ്റ ആൻസറേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ എന്താണ്? 6.94 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരൊറ്റ സെക്കൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, if there are 36 words in 9 lines printed in a column of a book, then how many words will be there in a column of 51 lines? 36 words ഉള്ള 9 ലൈൻ ഉണ്ടെങ്കിൽ ഇവിടെ 51 അല്ല എത്ര വേർഡ്സ് ഉണ്ടാവും 51 ലൈൻസിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 36 into 51 divided by 9 ചെയ്താൽ മതി. 4 into 51 എന്ന് പറയുമ്പോൾ എന്ത് വരും? 204 ആണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. 204 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന്? അടുത്തത്, 8 men and 12 women can build a wall in 10 days. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 8 പുരുഷന്മാർക്കും 12 സ്ത്രീകൾക്കും കൂടെ 10 ദിവസത്തെ വർക്കാണ് ഉണ്ടാവുന്നത് അല്ലെ? 10 ദിവസത്തെ വർക്കാണ് ഉണ്ടാവുന്നത്. അപ്പം അത് എന്തിന് ഈക്വൽ ആണ്? 6 പുരുഷന്മാരും എത്രയാണ്? 8 സ്ത്രീകളും എത്ര ദിവസം കൊണ്ട്? 14 ദിവസം കൊണ്ട് ആ വർക്ക് തീർക്കും. അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് ചെയ്യാം? റേഷ്യോ കണ്ടുപിടിക്കാം അല്ലെ? ഇവിടെ 5 എന്ന് വരും, ഇവിടെ 7 എന്ന് വരും. സെയിം ഡിവിഷൻ ചെയ്യുമ്പോൾ ഇനി ഇവിടെ എന്താ വരിക? 40m plus 60w is equal to 42m plus
56W എന്ന് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്യുമ്പോൾ 60 മൈനസ് 56 എന്ന് പറയുമ്പോൾ 4 വിമണും 42 മൈനസ് 40 എന്ന് പറയുമ്പോൾ 2 men. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, W/M എന്ന് കൊടുത്താൽ എന്ത് വരും, 2/1. അതായത് 2 ദിവസം കൊണ്ട് ഒരു സ്ത്രീ ചെയ്യുന്ന വർക്ക് 1 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 2 സ്ത്രീകൾ ചെയ്യുന്ന വർക്കാണ് ഒരു പുരുഷൻ ചെയ്യണത് എന്നാണ് നമുക്ക് ഇവിടെ റേഷ്യോ കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ടോട്ടൽ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് Wയും M കിട്ടിയ സ്ഥിതിക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ. ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, 8 into 1 plus 12 into 8 into 2 plus 12 into 1 ചെയ്യണം. കാരണം ഇവിടെ എന്താണ്, 12 സ്ത്രീകൾ വർക്ക് ചെയ്യുന്നിടത്ത് പുരുഷന്മാര് 8 പേര് 2 വർക്ക് വെച്ച് ചെയ്യും അല്ലെ. സ്ത്രീകൾ ചെയ്യുന്നതിന്റെ ഇരട്ടി വർക്ക് പുരുഷന്മാർ ചെയ്യും. അപ്പൊ ഇവിടെയാണ് നമ്മൾ into 2 ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, 16 plus 12 ആണ് വരിക. 16 plus 12 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും, 16 plus 12 into 10 എന്നാണ്. ടോട്ടൽ വർക്ക് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, 8 പുരുഷന്മാര് 2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന വർക്ക് സ്ത്രീകൾ 12 പേര് ചെയ്യുമ്പോൾ മൊത്തം 10 ദിവസം അല്ലെ. 8 പുരുഷന്മാര് 2 വർക്ക് വെച്ചിട്ടാണ് ചെയ്യുക. അതാണ് നമ്മൾ അവിടെ into 2 ചെയ്തിരിക്കുന്നത്. അപ്പം 16 plus 12 എന്ന് പറഞ്ഞാൽ 16 plus 10, 10 plus 10 20, 28 into 10 എന്ന് വരും അല്ലെ. ഈ ഒരു 10 വരും. ടോട്ടൽ വർക്ക് എത്രയാണ്, 280 വർക്കാണുള്ളത്. അത് പുരുഷന്മാര് 280 വർക്ക് ചെയ്താൽ സ്ത്രീകൾ അതിന്റെ പകുതി വർക്കേ ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ സ്ത്രീകള് എത്ര ദിവസം കൊണ്ടായിരിക്കും ആ വർക്ക് തീർക്കുക, 280 വർക്ക് ചെയ്യാൻ പുരുഷന്മാര് 140 ദിവസമേ എടുക്കുള്ളൂ അല്ലെ സ്ത്രീകള്. അപ്പൊ അതിനേക്കാൾ എത്രയാണ്, ഇരട്ടി സമയം എടുക്കും. അപ്പൊ എത്ര ദിവസം എടുത്തിട്ടാണ്, 140 ദിവസം കൂടുതലാണ് സ്ത്രീകൾ എടുക്കുക. മനസ്സിലായോ? ഇവിടെ ലാസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരരുത്, കൊണ്ടുപോയിട്ട് 280 days എന്ന് എഴുതരുത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, പുരുഷന്മാരെക്കാൾ എത്ര ദിവസം കൂടുതൽ എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാണ്ട് സ്ത്രീകൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസം അല്ല ചോദിച്ചിരിക്കുന്നത്, പുരുഷന്മാരെക്കാൾ എത്ര ദിവസം കൂടുതൽ എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ദിവസം കൂടുതലാണ് എടുക്കുക, 140 ദിവസം കൂടുതലാണ് എടുക്കുക. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ? അടുത്തത്, 2 plumbers X and Y are paid a total of rupees 660 per day by their employer. If X is paid 120% of the amount paid to Y, how much is Y paid per day? അപ്പം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, വൈയുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് എ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ പേയ്മെന്റ് എത്രയാണ്, 120 A by 100 ആണ് എക്സിന്റെ പേയ്മെന്റ് അല്ലെ. അപ്പൊ ഇനി ഇതിന്റെ ടോട്ടൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, A plus 120 A by 100 എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 660 ആണെന്ന് തന്നിട്ടുണ്ട്. 100 plus 120 എന്ന് പറഞ്ഞാൽ 220 A എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് തന്നിട്ടുണ്ട്, 660 into 100 ആണെന്ന് തന്നിട്ടുണ്ട്. A നമുക്ക് എങ്ങനെ പറയാം, 660 divided by 220 എന്ന് പറയുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. 3 into 100. വൈക്ക് ഡെയിലി പേയ്മെന്റ് എത്രയാണ്, 300 rupees ആണ് വൈയുടെ ഒരു ദിവസത്തെ പേയ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പം ഇത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം. ക്ലിയർ ആവുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. ഓക്കെ, അടുത്തത്, a dishonest shopkeeper pretends to sell his goods at the cost price. കോസ്റ്റ് പ്രൈസിൽ കൊടുക്കുന്നില്ല. ഓക്കെ, പക്ഷെ അയാൾ എന്താ ചെയ്യുന്നത്, ഫോൾസ് വെയിറ്റ്. ഓക്കെ, ഫോൾസ് വെയിറ്റ് ആണ് കൊടുക്കുന്നത്. 984 ഗ്രാം, 984 ഗ്രാമിന്റെ ഫോൾസ് വെയിറ്റ് ആണ്. ആ വെയിറ്റ് റീഡ് ചെയ്യേണ്ടത് 984 ഗ്രാം ആണ്, പക്ഷെ ആക്ച്വലി അതിന്റെ വെയിറ്റ് അതിനേക്കാൾ കുറവാണ്. ഓക്കെ, അപ്പൊ അയാൾക്ക് ലാഭമല്ലേ കിട്ടുന്നത്. ഇങ്ങനെ ഫോൾസ് വെയിറ്റ് യൂസ് ചെയ്തിട്ട് 23% പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ യൂസ് ചെയ്യുന്ന വെയിറ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നോക്ക്, 23% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 23/100 ആണ് അല്ലെ. അപ്പം ഈ ഒരു 23 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 123% ആണ് പ്രോഫിറ്റ് കിട്ടുന്നത്. 123 പ്രോഫിറ്റ് കിട്ടുന്നത് എപ്പോഴാണ്, 984 ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പൊ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. 3ൽ 4 വരുന്നത് എപ്പോഴാണ്, 3ൽ 8 3s are 24 വരും അല്ലെ. അപ്പൊ 123 into 8 ചെയ്യുമ്പോൾ നമുക്ക് 984 കിട്ടും. അപ്പൊ ഇവിടെ എന്താണ്, ഇത് 1ഉം ഇത് 8ഉം. അങ്ങനെയാണെങ്കിൽ 100
പ്രോപ്പർ ആയിട്ട് ചെയ്യണമെങ്കിൽ 100 കിട്ടണമെങ്കിൽ അവിടെ എത്രയാ വരേണ്ടത്? 8 into 100 ആണ് അല്ലെ? 800. അപ്പം അവിടെ ഒറിജിനൽ വെയിറ്റ് എത്രയാണ്? 800 ആണ്. ക്ലിയർ ആയോ എന്താ ചെയ്തത് എന്നുള്ളത്? നമ്മൾ 23% പ്രോഫിറ്റ് കിട്ടാൻ യൂസ് ചെയ്ത വെയിറ്റ് 984 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 123 ആണ് അവിടെ പ്രോഫിറ്റ് വരുന്നത് നമുക്ക്. അത് കിട്ടാൻ 984 ആണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്തു? റേഷ്യോ ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് 1:1/8 എന്നാണ് കിട്ടിയത്. ഇത് 123നെ നമുക്ക് 984 ഇവിടെ into 123 ചെയ്തപ്പോഴാണ് നമുക്ക് 984 കിട്ടിയത്. ഓക്കെ, അപ്പം ഇവിടെ ആ 123യുടെ എന്ത് ചെയ്യണം? into എന്ത് ചെയ്താൽ മതി? 8 into 100 ആണ് ചെയ്യേണ്ടത് അല്ലെ? 8 into 100 ചെയ്യുമ്പോൾ 123 പ്രോഫിറ്റ് കിട്ടാനാണ് നമ്മൾ 984. 123 പ്രോഫിറ്റ് ആണ് 984. അപ്പൊ ജെനുവിൻ ആയിട്ടുള്ള 100% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അവിടെ എന്ത് കിട്ടണം? പ്രോപ്പർ ആയിട്ടുള്ളത് കിട്ടണമെങ്കിൽ അവിടെ 100 into 8 ചെയ്താൽ നമുക്ക് പ്രോപ്പർ കിട്ടി. അതാണ് 800. ഓക്കെ, അടുത്തത് A cyclist covers a distance of 2.5 km in 4 minutes 10 seconds. How much time will he take to cover a distance of 6 km at the same speed? നമ്മൾ ആദ്യം സ്പീഡ് കണ്ടുപിടിക്കണം. 2.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 2500 മീറ്റർ ആണ്. 4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4 into 60 240 പ്ലസ് 10 എന്ന് പറയുമ്പോൾ ടോട്ടൽ 250 സെക്കൻഡ് ആണ് വരുന്നത്. അപ്പൊ ഇനി സ്പീഡ് ഡിസ്റ്റൻസ് 2500 ആണ്. ടൈം എത്രയാണ്? 250 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 10. സ്പീഡ് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് വരുന്നത്. ഇനി ഇവിടെ എന്ത് വന്നിട്ട് നമുക്ക് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. 6 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 6000 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 600 സെക്കൻഡ്. 600 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 60 മിനിറ്റ്. അല്ല സോറി, 60 അല്ല, 10 മിനിറ്റ്. ഓക്കെ, 10 മിനിറ്റ് ആണ് ആ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ. 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് സെയിം സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ടാണ് 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യുക. ഓക്കെ ആണോ? മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? അടുത്ത ക്വസ്റ്റ്യൻ. If the radius of a sphere is increased by 50%, find percentage increase in its volume. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. x plus x plus x square by 100. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ചെയ്യണത്? 50 plus 50 എത്രയാ? 100 ആണ്. 50 സ്ക്വയർ എത്രയാ വരുന്നത്? 50 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 into 5 25 00 2500 ഡിവൈഡഡ് ബൈ എന്ത് വരും? 100 എന്ന് വരും. 100 into 100 എത്രയാ വരിക? 100 ക്യാൻസൽ ചെയ്തു. 125 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, 125 എന്ന് കിട്ടി. ഇനി ഈ 125ന് ഇതൊരു മെത്തേഡ് ആണ് കേട്ടോ. ഈ ഒരു മെത്തേഡ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? 125 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്തു? 125 plus 50 plus 125 into 50. ഓക്കെ, 125 into 50 ഡിവൈഡഡ് ബൈ 100 ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 0, ഇത് 2 ടൈംസ് കിട്ടും. ദെൻ ഇവിടെ എന്ത് കിട്ടും? ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ എന്താണ്? 175 plus 125 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. 175 into 2 എന്ന് പറഞ്ഞാൽ 100, 300, 350 എന്ന് വരും അല്ലെ? 350 plus 125 by 2 എന്ന് വരും. 425 by 2. 425 by 2 എന്ന് പറഞ്ഞാൽ 2. ഇവിടെ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ചെറിയ
ഇതൊക്കെ കറക്റ്റ് ആണ്. 125 വരെ ഓക്കെ ആണ്. 125 കഴിഞ്ഞ് ചെയ്ത മെത്തേഡ് കറക്റ്റ് ആണ്. കാൽക്കുലേഷൻ തെറ്റിപ്പോയതാട്ടോ. ഈ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ കാൽക്കുലേഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നാണ്. ഞാനത് ഒന്നുകൂടെ ചെയ്ത് നോക്കട്ടെ. ഇവിടെ 100 തന്നെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ എന്ത് വരും? 175 എന്ന് വരും അല്ലെ? 175 പ്ലസ് എത്രയാ വരിക? 125 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 625 ആണ്. 6250 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും അല്ലേ? അപ്പം ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. 625 പ്ലസ് ഇതാണ് തെറ്റിപ്പോയത്. ഇവിടെ ഞാൻ പ്ലസ് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു. എനിവേ 625 പ്ലസ് 175 എന്ന് പറയുമ്പം 0 ബാലൻസ് 1 7 പ്ലസ് 2 10 വരും. 0 ബാലൻസ് 1 6 പ്ലസ് 1 7 8 എന്ന് വരും. ഇങ്ങനെയൊക്കെയാണോ വരുന്നത്? കാൽക്കുലേഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. നമുക്ക് വരിക ഇവിടെ 125. ഇനി ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് ക്യാൻസൽ ചെയ്ത് ആദ്യം മുതൽ ഒന്നുകൂടെ പറയണം. അതുകൊണ്ട് അത് വേണ്ട. 125 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 125 പ്ലസ് 50. എഗെയിൻ ആ 50 ഇൻക്രീസ് ആണ് വോള്യത്തിൽ വരുന്നത്. പ്ലസ് 125 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. അതുവരെയും കറക്റ്റാണ്. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 5 എന്ന് വരും, ഇവിടെ 4 എന്ന് വരും. ഓക്കെ. അപ്പം ഇനി 125 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 175 എന്ന് വരും. ഓക്കെ. 125 ഇൻറ്റു 50 175 പ്ലസ് ഇവിടെ എത്രയാണ് വരിക? 5 ഇൻറ്റു 5 250 ബൈ 4 എന്ന് വരും. ഓക്കെ, ഇത്രയും കറക്റ്റാണ്. 175 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 700 ആണ് കിട്ടുക. 700 പ്ലസ് 250 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. 700 പ്ലസ് 250 എന്ന് പറഞ്ഞാൽ 0 5 9 950 ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പോൾ 950 ഡിവൈഡഡ് ബൈ 4 ഞാൻ ഇവിടെ ചെയ്യാം കേട്ടോ. 950 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 2 ടൈംസ് ബാലൻസ് 1 15 വരും. 15 3 ടൈംസ് 12 ബാലൻസ് 30 ആണ് വരിക. 30 എത്രയിലാണ് പോവുക? 7ൽ പോകും അല്ലേ? 7ൽ പോകും. ബാലൻസ് വരും 0.5 237.5% ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പം കാൽക്കുലേഷനിൽ വന്ന മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് എത്രയാണോ ഇൻക്രീസ് ചെയ്യണത് ആ ഒരു റേഡിയസ് ആണ് നമ്മൾ ആദ്യം ഇവിടെ എത്ര ടോട്ടൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ആവുന്നുണ്ട് എന്ന് നോക്കുന്നത്. റേഡിയസ് ഇൻക്രീസ് നോക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ആ ഇൻക്രീസ് ചെയ്ത പെർസെൻറ്റേജ് 2 തവണ ആഡ് ചെയ്തു, ഒരു തവണ ആഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ തന്നെ സ്ക്വയർ വെച്ച് ഈ ഒരു ഇക്വേഷൻ ചെയ്യണത് എന്താണ്? റേഡിയസിന്റെ ഇൻക്രീസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ഇത് ചെയ്യണത്. എന്നിട്ട് നമ്മൾ അടുത്ത ഇക്വേഷൻ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്താ കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വോള്യത്തിന്റെ ഇൻക്രീസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? അപ്പം ഇതാണ് അവിടെ യൂസ് ചെയ്യേണ്ട മെത്തേഡ്. ഓക്കെ, കൂടുതൽ കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ഒന്ന് മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. അടുത്തത് ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അത് ഒന്നുകൂടെ എന്ത് ചെയ്യാം? പറഞ്ഞുതരാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത question. A invest rupees 8,000 at a certain rate of simple interest per annum and B invest rupees 11,000 at the same rate of interest. If at the end of 3 years B gets rupees 720 more interest than A, find the rate of simple interest per annum. Okay. അപ്പം എന്താണ്? ഒരു സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്താൽ മതി? എ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യണത്? 8,000 റുപ്പീസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യണത്. ഇൻട്രസ്റ്റിൽ എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണത്.
അപ്പൊ അവിടെ നമുക്ക് എത്രയാ കിട്ടുന്നത്? എക്സ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ബി എത്രയാ ചെയ്യണത്? 11,000 ആർ തന്നെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, 3 വർഷത്തേക്ക് തന്നെയാണ്. 100 is equal to എത്രയാ വരുന്നത്? എക്സിനേക്കാൾ 720 കൂടുതലാണ്. അപ്പൊ എക്സ് പ്ലസ് 720 വരും. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാം അല്ലെ. 100 ക്യാൻസൽ ചെയ്യാം, ഇവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 8 3s are എത്രയാണ്? 8 3s are 24 അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും? 240R is equal to x എന്ന് വരും. ഇവിടെ എന്ത് വരും? എക്സിന്റെ വാല്യൂ 240R ആണെന്ന് കിട്ടി അല്ലേ. ഇവിടെ എന്താ വരുന്നത്? ഇവിടെ നമുക്ക് 330R is equal to x plus 720 എന്ന് വരും. ഈ എക്സിന് നമ്മളോട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആറിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സിലേക്ക് ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് വരും? 330R is equal to 240R plus 720 എന്ന് വരും. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 330 മൈനസ് 240 എന്ന് വരും. 330 മൈനസ് 240 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 90R is equal to 720 എന്ന് വരും. ആറിന്റെ വാല്യൂ എന്താ വരിക? 0 0 ക്യാൻസൽ ആവും. 72ൽ 9ൽ 72 എത്ര ടൈംസ് ആണ്? 8 ടൈംസ് ആണ്. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 8% ആണ് വരുന്നത്. പെർ ആനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് ഡേയിലെ തേർഡ് ഷിഫ്റ്റ് മാത്സിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കുറച്ചൊന്ന് കൺഫ്യൂഷൻ അടുപ്പിച്ചു ഞാൻ, ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ട്. എനിവേ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇൻ കേസ് ഇനി അത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് തോന്നുവാണ്, കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അടുത്ത ക്ലാസ്സിന്റെ കൂടെ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ആസ് യൂഷ്വൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ എക്സാമിന്റെ സിറ്റി ഇന്റിമേഷനും ഹാൾ ടിക്കറ്റും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി വരുന്ന എല്ലാ എക്സാംസിനും ഈ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. മുന്നത്തെ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുന്നേയുള്ള RRBയുടെ എല്ലാ എക്സാംസും JEE ടെക്നീഷ്യൻ, അന്ന് ടെക്നീഷ്യനും ALPയും ഒരുമിച്ചായിരുന്നു, സെപ്പറേറ്റ് ആയിരുന്നില്ല. ഫസ്റ്റ് സ്റ്റേജ് കമ്പൈൻഡ് ആയിട്ടായിരുന്നു. അപ്പം ആ ഒരു എക്സാം, ഫസ്റ്റ് സ്റ്റേജ് എക്സാം, NTPCയുടെ ഫസ്റ്റ് സ്റ്റേജ്, സ്റ്റെനോഗ്രാഫർ ഫസ്റ്റ് സ്റ്റേജ്, JEE ഫസ്റ്റ് സ്റ്റേജ്, ഇതെല്ലാം ഞാൻ ഗ്രൂപ്പ് D ഇതെല്ലാം ഞാൻ ക്ലിയർ ചെയ്തത് ഈ പറയുന്നത് പോലെ കുറേ അധികം SSCയുടെയും RRBയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ്. ഞാൻ മാത്സും റീസണിങ്ങും പഠിച്ചത് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാക്സിമം കിട്ടാവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്സും റീസണിങ്ങും ക്രാക്ക് ചെയ്യാൻ പറ്റും. മാത്സും റീസണിങ്ങും സെറ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ കയറിക്കൂടും. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ക്ലിയർ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പം അത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ആസ് യൂഷ്വൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.